ജീവിതം മുന്നോട്ട് നയിക്കാൻ നമുക്കാകണം. തീർച്ചയായിട്ടും നമ്മളിപ്പോ ശ്രദ്ധിക്കാറുണ്ട്, ചെറുപ്പകാലങ്ങളിലൊക്കെ ജോലി സ്ഥലങ്ങളിലെല്ലാം പോയി വ്യായാമം ഒന്നും ചെയ്യാതെ വാർദ്ധക്യത്തില് ഗ്രൗണ്ടിലേക്ക് വന്ന് ഓടുന്ന ഒരു തലമുറയെ സീനിയർ സിറ്റിസനൊക്കെ ആകുമ്പോൾ മിക്കവാറും കാണുന്നതാണ്. എന്താ ചെയ്യുന്ന വെച്ചാല്, അതായത് ഒരു ഗ്രൗണ്ടിലേക്ക്, സ്കൂൾ ഗ്രൗണ്ടിലേക്ക് കാറും എടുത്തുകൊണ്ട് 2-3 കിലോമീറ്റർ കാറും സ്കൂട്ടറും ഓടിച്ചു കൊണ്ടുവന്ന് ആ ഗ്രൗണ്ടില് ഓടാനും നടക്കാനും പോകുന്നു. ശരിക്കും പറഞ്ഞാ ആ 3 കിലോമീറ്റർ നല്ലോണം നടന്നു വന്ന് ഈ ഗ്രൗണ്ടില് ഓടി തിരിച്ച് വീട്ടിൽ പോയാൽ കുറച്ചുകൂടി വ്യായാമം ഉണ്ടാവും. പക്ഷെ മിക്കവരും ഞാൻ കാണുന്നത് 3-4 കിലോമീറ്റർ ഒക്കെ കാർ ഓടിച്ചു വരും, ബൈക്ക് ഓടിച്ചു വരും, വന്നതിന് ശേഷം ഈ ഡ്രസ്സൊക്കെ ഇട്ട് ഈ ഗ്രൗണ്ടിൽ ഓടുന്ന ഒരു പ്രത്യേകിച്ച് സീനിയർ സിറ്റിസൺസ് ഞാൻ കാണുന്ന കാഴ്ചയാണ്. അപ്പൊ ഞാനതിനെ കുറ്റം പറഞ്ഞതല്ല. അപ്പൊ ഈ വ്യായാമം എന്നത് ജീവിതത്തിൽ ആദ്യമേ തന്നെ തുടങ്ങി അത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വാർദ്ധക്യ സമയത്ത് മാത്രമാക്കി ഈ വ്യായാമം വേണ്ടി വരില്ല. എല്ലാ ദിവസങ്ങളിലും നമ്മൾ അതൊരു ചിട്ടയായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് സ്പോർട്സിന് മാത്രമല്ല നമ്മുടെ ആരോഗ്യത്തിന് കൂടി നല്ലതാണ്. നല്ലൊരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റും. ആരോഗ്യമുള്ള ഒരു തലമുറയെ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും. ഇന്ന് ഭയങ്കര ചൂടുള്ളൊരു ദിവസമാണ്. ഞാൻ അധികം സംസാരിക്കുന്നില്ല, കാരണം എനിക്ക് ഒരുപാട് ഐറ്റംസ് ഇവിടെ നടക്കാനുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും 38ാമത് ആനുവൽ സ്പോർട്സ് ഡേയില് ഇന്ന് ഈ സ്കൂളില് മത്സരങ്ങൾ നല്ല രീതിയിൽ, നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ നടക്കട്ടെ. എല്ലാവർക്കും മത്സരത്തില് നല്ല രീതിയിൽ പങ്കെടുത്ത് സമ്മാനങ്ങൾ വാങ്ങുവാനും വാങ്ങാൻ സാധിക്കാത്തവർക്ക് അടുത്ത ഓണം വാങ്ങുവാൻ സാധിക്കുകയും ചെയ്യട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.